ഇവരെ ബേസിക്കലി ഒരു പ്രശ്നം വെച്ചാൽ കണ്ടതിന് മൊത്തം ഈ പറയുന്ന മോഡി ആൻറ്റി മോഡി സംഘം തലക്ക് പിടിച്ചിട്ട് അത് വേണം അവരുടെ പൊളിറ്റിക്കൽ ഓപ്പണൻ്റ്. പണ്ടത്തെ പിന്നെ ഈ പറയുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് എങ്ങനെയാണ് ആൻറ്റി ഇന്ദിര തലക്ക് പിടിച്ചത്, അതുപോലെ ഇവർക്ക് ആൻറ്റി മോഡിസം തലക്ക് പിടിച്ചിരിക്കുകയാണ്. മോഡി എന്ത് ചെയ്താലും ഒരു കുറ്റം പോയി, അവരും അങ്ങനെ തന്നെ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്താലും കുറ്റം പോയി. ആപ്പാട് ബാങ്ക് ദാശസാൽക്കരണം പോലുള്ള ചില കാര്യങ്ങളെക്കാണ് അവർ അറച്ചറച്ച് അംഗീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ലൈനിലേക്ക് അവർ പോകണം. എന്തിനേയും ഭരണപക്ഷം കൊണ്ടുവന്ന് എന്തിനേയും എതിർക്കാതെ ഒരു പ്രായോഗികമായ ക്രിയാത്മകമായ സമീപനം സ്വീകരിക്കുകയും അങ്ങനെ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇതിനും ബെറ്റർ ആയിട്ടുള്ള ഒരു സംവിധാനത്തെ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് അവർക്ക് കൊടുക്കാൻ പറ്റണം. അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കണം. അവർക്ക് സെൻട്രൽ ലീഡർഷിപ്പിൽ തന്നെ പറ്റും. രാഹുൽ ഗാന്ധി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഭയങ്കര പുകഴാണ്. ഞാൻ എപ്പോഴും പറയും ഈ നേതൃകുടുംബത്തിന് പറ്റുന്നത് നമ്മളെ തങ്ങൾ കുടുംബത്തെ പോലെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി, രജനീകാന്ത് പറഞ്ഞ 100 തവണ പറഞ്ഞ പോലെ ഉണ്ടാവും. അല്ല, ബാക്ക്ഗ്രൗണ്ടിലാണല്ലോ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ദ നെഹ്റു ഫാമിലി ആൻഡ് രാഹുൽ ഗാന്ധി നമുക്കറിയാമല്ലോ. അത് മാറിയിട്ട് ഈ ശശി എനിക്കറിയില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഒരു നാഷണൽ ഫിഗറാണ് ശശി. എവിടെ പോയി ശ്രീശാന്തിനെ കൊണ്ട് പോകുന്നതിൻ്റെ കാര്യമാണ്. എവിടെ പോയാലും ഇങ്ങനെ ഫാൻസ് ക്ലബും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള കുറേ ആളുകളാണ് മോഡിയോട് പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള ആ ഒരു തരത്തിലുള്ള എന്താണ് പറയുക ഒരു സ്റ്റാച്ചുറുള്ള അങ്ങനെയുള്ള ആളുകൾ ദേശീയ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരികയും അവരെ കൊണ്ട് BJP ഡിബേറ്റുകൾ നടത്തിക്കുകയും അവരെ കൊണ്ട് ഈ പറഞ്ഞ ജനങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്.